ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ നമ്മൾ രാത്രിയിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാണ് കേട്ടോ. എസ് ബേബിൻ്റെ ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് ഡേ. നമ്മൾ ബർത്ത്ഡേൻ്റെ തലേ ദിവസമാണ് കേട്ടോ പോകുന്നത്. കാരണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തീരെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇപ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്യേണ്ട. നമുക്ക് ഇൻഷാല്ല രണ്ടാമത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെയായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ എല്ലാവരും എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഉമ്മയും ബ്രദറൊക്കെ വിളിച്ച് ചീത്ത പറയുക. പിന്നെ അതുപോലെ തന്നെ മൂത്തച്ചിട്ടോ, രണ്ടാമത്തെ മൂത്തച്ചും ഭയങ്കര പറച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മക്കളും. കാരണം ഫസ്റ്റത്തെ ബർത്ത്ഡേ അല്ലേ, പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ഇതായിരുന്നു. കാരണം എല്ലാവരും ബർത്ത്ഡേയും ആഘോഷിക്കലുണ്ട്, നമ്മളും ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെങ്കിൽ നമ്മളെ ബർത്ത്ഡേൻ്റെ ആ ഒരു മെയ് മാസത്തിൻ്റെ സമയത്തായിരുന്നു നമ്മൾക്ക് വീടും കാര്യങ്ങളൊക്കെ സെറ്റായി വന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇപ്രാവശ്യം നമുക്ക് കഴിക്കേണ്ട, ഒക്കെ കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരുന്നു. പക്ഷെങ്കിൽ എല്ലാവരും ചീത്തതും കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ കാതുകുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ നമുക്ക് എസ് എ ബേബീൻ്റെ കാതും കുത്താം, പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ഒരു കേക്കും കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതായിരുന്നു. അപ്പം ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. കാരണം തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഡ്രസ്സ് എന്തായാലും എടുക്കണം, അത് തലേ ദിവസം ആയാലും നമുക്ക് എടുക്കാമെന്ന് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പക്ഷേങ്കിൽ ചെറിയൊരു കാതുകുത്ത് ആകുമ്പോൾ തന്നെ ഒരു ഫംഗ്ഷൻ ആയല്ലോ. അങ്ങനെ എസ് ബേബിനെ ഒരു ഉടുപ്പൊക്കെ ഇടിപ്പിച്ചിട്ടോ. അപ്പം ആദ്യം കുറേ ഉടുപ്പുകൾ കൊണ്ടുവന്നിട്ട് അതിൽ ഇതേന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഇടിപ്പിച്ചു. പിന്നെ ബാക്കിയുള്ളത് കുറേ വൈറ്റും അതുപോലെ തന്നെ നമ്മൾ റെയിൻബോ സൈസ് ഉണ്ടല്ലോ, ഏഞ്ചലിൻ്റെ മാതിരിയുള്ള ഉടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഭയങ്കര ഹെവിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേണ്ടോ വേണ്ടേ എന്നുള്ള തീരുമാനത്തിലായിരുന്നു കേട്ടോ നമ്മൾ ഉണ്ടായിരുന്നത്. നിങ്ങൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇച്ചുവിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടോ. കാരണം ഇച്ചുവിൻ്റെ ബർത്ത്ഡേയും വരാനുണ്ട്. എസബേബിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാൽ അവിടെ ഇച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഏകദേശം അടുത്തടുത്തായതുകൊണ്ട് തന്നെ രണ്ടുപേരും പർച്ചേസ് ഒരുമിച്ചിട്ട് തന്നെ നടത്താൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ഇച്ചുവിന് ബ്ലാക്ക് ആൻഡ് വൈറ്റും അതുപോലെ തന്നെ ഈ ഒരു നേവി ബ്ലൂ ആയിരുന്നു കേട്ടോ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പം പിന്നെ അത് സെറ്റ് എടുത്തു. അങ്ങനെ പിന്നെ അത് ഇറങ്ങാൻ നേരത്തെ അവിടുന്ന് രണ്ടുപേർക്കും ഓരോ ബലൂണും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം എസബേബിക്ക് മാലയും വളയും കൂടി എടുക്കണം കേട്ടോ. കാരണം പെൺകുട്ടികളാകുമ്പോൾ നമ്മൾ എന്തായാലും ഡ്രസ്സിനനുസരിച്ചിട്ട് മാലയും വളയും കൂടിയും ഇടുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചെറിയൊരു കടയിൽ വന്നിട്ട് മാലയൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പം കറക്റ്റ് സെറ്റായിട്ടുള്ള മാലയും അതുപോലെ തന്നെ വളയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏത് കടയിൽ കയറിയാലും ഇച്ചുവിന് എന്തെങ്കിലുമൊക്കെ മിഠായും കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിക്കണം കേട്ടോ. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഒരു തോക്കിൻ്റെ ഉള്ളിലുള്ള കോലുമിഠായിക്ക് ആയിരുന്നു കേട്ടോ ആൾക്ക് വേണ്ടത്. അപ്പോൾ അതെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പായസത്തിനുള്ള എന്തെങ്കിലും മേടിക്കണം കേട്ടോ. കാരണം നമ്മുടെ അയൽവാസികൾക്കൊക്കെ രാവിലെ തന്നെ പായസം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് പിന്നെ പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ. കാരണം മുട്ടായും പായസം കൂടിയും കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ തീരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ സമയം ആയപ്പം എന്താ പറയുക, ബർത്ത്ഡേൻ്റെ തലേ ദിവസമാണ് ഒക്കെ കൂടി പ്ലാൻ ചെയ്തത് കേട്ടോ. ഞങ്ങൾ നേരെ ചെരുപ്പടയിലേക്ക് എത്തിയിട്ടുണ്ട്. എസ് ബേബിക്ക് ഒരു ഷൂ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ബർത്ത്ഡേ അല്ലേ, അപ്പോൾ എന്തായാലും ഒരു ഷൂവും കൂടി മേടിക്കാൻ വിചാരിച്ചു. ആൾക്ക് ചെരുപ്പും അതുപോലെ തന്നെ ഷോക്സ് ഒന്നും ഇടുന്നത് ഇപ്പം ഇഷ്ടമില്ല. ചെറുപ്പത്തൊക്കെ ഇടിയിരുന്നു കേട്ടോ. വലുതായപ്പം 1 വയസ്സാകാനൊക്കെ ആയപ്പോഴത്തേക്ക് ആൾക്കൊന്നും ഇഷ്ടമില്ല. അതുപോലെ തന്നെ ഹെയർ ബാൻഡും കാര്യങ്ങളൊന്നും ഇപ്പം ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്നറിയില്ല. ആളിപ്പോൾ നടക്കാൻ തുടങ്ങിയോണ്ട് തന്നെ കാലിലൊക്കെ ഫുള്ളും കല്ലും അതുപോലെ തന്നെ മണ്ണൊക്കെ ആയിട്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും ഷൂ മേടിച്ച് നോക്കാം. ആള് ചിലപ്പം കിട്ടാലോ വിചാരിച്ചിട്ട് അങ്ങനെ മേടിക്കുന്നതാണ്. അപ്പം ഭയങ്കര ഹെവി ആയിട്ടുള്ള ഷൂ ഒന്നും മേടിക്കുന്നില്ല, അധികം വെയിറ്റ് ഇല്ലാത്ത ഒക്കെ നടക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ ഷൂ എടുത്തപ്പം ആൾക്ക് അതിനും കൂടെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഒക്കെ ഷൂസും ചെരുപ്പൊന്നും ഇട്ട് നടക്കുന്നതേ ഇഷ്ടമില്ല, വെറുതെ തന്നെ നടക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ തന്നെ എന്താക്കി അവിടുന്ന് ഷൂ എടുത്തില്ല കേട്ടോ. അവിടെ പിന്നെ ചെറിയ മോഡലൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതാ ഇച്ചുവിനും ഇക്കാക്കും വേണ്ടിയിട്ട് ബെൽറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും ബെൽറ്റ് ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ബെൽറ്റിന് എക്സ്ട്രാ ഓട്ട വേണമായിരുന്നു. അപ്പോൾ ഓട്ടയും കൂടിയും അയാളെ കൊണ്ട് അവിടെ നിന്ന് തന്നെ തുളപ്പിക്കുകയാണ്. നമ്മളാകുമ്പോൾ ഗ്യാസിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും കമ്പിയൊക്കെ കത്തിച്ചിട്ട് വേണ്ടേ ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പം അവിടെ നിന്ന് തന്നെ ആക്കിയാൽ നമുക്ക് സിമ്പിളാണല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ ആക്കി പിന്നെ അതാ വേറൊരു ഷോപ്പിൽ വന്നിട്ട് അതുപോലെ തന്നെ ഷൂ ഒക്കെ നോക്കാണ്ടോ. പിന്നെ ഈ ഒരു ഷോപ്പിൽ നമുക്ക് ഷൂ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളതായിരുന്നു. പിന്നെ നേരെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് കുറച്ച് മിഠായും അതുപോലെ തന്നെ സേമിയും അതുപോലെ തന്നെ പാലൊക്കെ മേടിക്കാൻ വിചാരിച്ചിട്ട് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ മേടിച്ചു. പിന്നെ ഇതാ വരുന്ന വീക്കിൽ ഇക്കാക്ക് എന്തൊക്കെയോ തല ഇറങ്ങുന്നത് തീരെ ആവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതാ അവിടുന്ന് ഫുഡും കൂടിയും കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഇതാ നേരെ റൂമിലേക്ക് എത്തി ഉമ്മക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനുണ്ടോ. പിന്നെ അപ്പോഴേക്ക് ഇതാ ഉമ്മ നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, കമ്പളക്കാടുത്ത മാങ്ങയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഹെസ് ബേബിനെ കുറച്ച് ഫോട്ടോസും കൂടിയും കാണിക്കുന്നുണ്ട്. ഇത്രയും കുഞ്ഞായിട്ടുള്ള ബേബി ആയിരുന്നു കേട്ടോ. എത്ര പെട്ടെന്ന് 1 വയസ്സായതെന്ന് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഹെസ് ബേബിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പം ആളൊക്കെ ഇപ്പം പെട്ടെന്ന് മാഷാഅല്ലാഹ് വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഓളെ ഫോട്ടോസും കൂടിയും കാണിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഇനിയിപ്പം ബർത്ത്ഡേ സെലിബ്രേഷനും അതുപോലെ തന്നെ പെരുന്നാൾ വീഡിയോസൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം കാണുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.